സ്നേഹശാസ്ത്രം. സന്തോഷം നിറഞ്ഞ ഒരു സന്യാസിനിയായിരുന്നു കൊച്ചുത്രേസ്യ. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉറവിടം സ്നേഹമാണ് എന്നവൾ മനസ്സിലാക്കി. തെറ്റുകളും കുറവുകളും സ്നേഹത്തിൻ്റെ മുമ്പിൽ അപ്രത്യക്ഷമാകുകയും ഈ ഒരു അറിവ് അവൾക്ക് സ്വന്തം കുടുംബത്തിൽ നിന്നും പിന്നീട് കാർമൽ മഠത്തിലെ ജീവിതത്തിൽ നിന്നും അനുഭവിച്ചറിയാൻ സാധിച്ചു. കൊച്ചുത്രേസ്യ എഴുതുന്നു, കായൻ്റെ പ്രിയപ്പെട്ട അമ്മേ, സ്നേഹത്തിൻ്റെ മാർഗം എത്രയോ മാധുര്യമേറിയതാണ്. വീഴ്ചകളും വിശ്വസ്തതക്കുറവുകളും സംഭവിക്കാമെന്നതിൽ സംശയമില്ല. എന്നാൽ എല്ലാം പ്രയോജനകരമാക്കി തീർക്കാൻ സ്നേഹത്തിന് അറിയാവുന്നതിനാൽ യേശുവിന് അനിഷ്ടമായതെല്ലാം ശീഘ്രത്തിൽ ദഹിച്ചു പോകും. വിനീതവും അതീവ ഗഹനവുമായ സമാധാനം മാത്രം ഹൃദയത്തിൻ്റെ ഉൾത്തട്ടിൽ അവശേഷിക്കും. ആത്മവിശ്വാസവും സ്നേഹം നിറഞ്ഞ ഹൃദയവുമായിരുന്നു അവൾക്ക് എപ്പോഴും. എളിമപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും യേശുവിൻ്റെ സ്നേഹത്തെ പ്രതി അവൾ സ്വീകരിച്ചു. സഹനവും ത്യാഗവും തിരുസഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ വിജയത്തിനും വിശുദ്ധീകരണത്തിൻ്റെ സ്ഥലത്തിലെ ആത്മാക്കൾക്കും വേണ്ടി കാഴ്ചവെച്ചു. അവളുടെ ബോധ്യം അന്ന് മഠാധിപതിയായിരുന്ന ചേച്ചി പൗളിൻ എഴുതി, ഹായൻ്റെ അമ്മേ, ആത്മാക്കൾക്ക് വേണ്ടി നിയുക്തമായിരിക്കുന്ന ഉറപ്പ് സംരക്ഷിക്കുക എന്ന ലക്ഷ്യം സ്വീകരിക്കുന്ന ദൈവവിളി എത്രയോ മനോഹരം. അതാണ് കർമ്മല സഭയുടെ ദൈവവിളി. നമ്മുടെ പ്രാർത്ഥനകളിലൂടെയും ത്യാഗത്തിലൂടെയും ഏകലക്ഷ്യം പ്രേക്ഷിതരുടെ പ്രേക്ഷിതയാവുക എന്നുള്ളതാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.